ഇതിൻ്റെ അപകടത്തിൻ്റെ ആഴെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇതിന് ആനുപാതികമല്ലാത്ത ശിക്ഷയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇവർ ചെയ്തതാണെങ്കിലും ചെയ്യാത്തതാണെങ്കിലും അതിന് തക്കതായതല്ല കിട്ടുന്നത്. ചുവരലുകൊണ്ട് തല്ലേണ്ടടുത്ത് ഒലക്കൊണ്ട് തല്ലാറില്ലേ, ആ ഒരു രീതിയാണ് ഇതിൽ യഥാർത്ഥത്തിൽ വരുന്നത്. പിന്നെ മായാത്ത കറ അയാൾക്ക് എന്നും എന്ത് ചെയ്യണം ഉണ്ടാവും. ഈ തെറ്റായ വിവരങ്ങളാണല്ലോ പാസ് ചെയ്യുക. അത് ഒരു പരിധിവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ശരിക്കും പറയാൻ പറ്റും. ഒരു സമയത്ത് ഒരു തെറ്റായ രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ട് നമുക്ക് അതിൻ്റെ മറുവശം പറഞ്ഞാൽ അത് എത്ര റീച്ച് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിട്ട ആ ഒരു വിവാദമായ 2-3 ദിവസം ഞാൻ കേരളത്തിൻ്റെ പല ഭാഗത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഒരു മുഖം അന്ന് ടെലിവിഷനിലും മറ്റു സംഗതികളിലും പത്രങ്ങളിലും ഒക്കെ ഇങ്ങനെ വരികയാണല്ലോ. അപ്പോൾ ആളുകൾക്ക് ആ മുഖം നമ്മളെ പെട്ടെന്ന് ബസ്സിൽ നിന്ന് ഇവിടുന്ന് കാണുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, അത് ഇയാൾ തന്നെയല്ലേ. ഒരുപാട് അനുഭവങ്ങൾ. നമ്മൾ ഹോട്ടലിൽ കയറുമ്പോൾ ആളുകൾ ഇങ്ങനെ മുറുമുറുക്കും, ഇടം കണ്ടിട്ട് ഇങ്ങനെ നോക്കും. അപ്പോൾ ഇവർക്ക് നമ്മളെക്കുറിച്ച് എത്തിയ വിചാരം എന്താണോ, ഡാറ്റ എന്താണോ, അത് വെച്ചുകൊണ്ടാണ് നമ്മൾ അളക്കുന്നത്. ആലോചിച്ച് നോക്കണം. അപ്പോൾ നമ്മളെ കുറിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും കാര്യങ്ങളിലൊക്കെ വരുന്നത് അവൻ തീവ്രവാദിയാണ്, പാകിസ്ഥാനൊക്കെ പോകേണ്ട ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ്. എന്നാൽ നമ്മളെ നാടും നമ്മളറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചറിയും. പക്ഷെ മറ്റു ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, അത് ആരെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന ഒരാൾക്ക് ഉണ്ടാക്കുന്ന ഒരു മാനസിക പിരിമുറുക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് ഇത് തടയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ഇത്തരം സംഗതികൾ വരുമ്പോൾ ഇത് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും അതിൽ എൻഗേജ് ചെയ്യാനും പോണ ആളുകൾ ഇനിയെങ്കിലും എന്ത് ചെയ്യണം, ഇത് ജീവൻ കൊണ്ടുള്ള കളിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ആളുകളെ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോഴേക്ക് വേഗം അവരൊരു മുൻവിധിയോടുകൂടി അവർ കുറ്റക്കാരാണെന്ന് പറയാതിരിക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യണം, ഇതിൽ വേണം. പിന്നെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ സംഗതി എന്താ വെച്ചാൽ, ഇങ്ങനത്തെ പശ്ചാത്തലം ഉണ്ടാകുന്നതിൻ്റെ പിന്നിലുള്ള സാഹചര്യത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. അതായത് ഒരു ലിബറൽ വേൾഡ് ഓർഡർ ഉണ്ടല്ലോ ഇവിടെ, അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം. ആ പ്രശ്നത്തെ കാണാൻ നമുക്ക് കഴിയണം. അതായത് എല്ലാ അതിരുകളും അരുതുകളും ഭേദിച്ചുകൊണ്ടുള്ള, മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള, എല്ലാ വരകളും മായ്ച്ചു കളഞ്ഞുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമം, ഒരു ലോകക്രമം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൻ്റെ ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ബ്ലോഗർമാരും ഈ ബോഡി ഷെയ്മിങ്ങും വൈറൽ ഷെയ്മിങ്ങും ഡിജിറ്റൽ ഷെയ്മിങ്ങും ഒക്കെ നടക്കുന്നതിൻ്റെ പിന്നിൽ അങ്ങനത്തെ ഒരു സാധനം.